സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ മഴയെത്തി. ജിദ്ദയിലും മക്കയിലും മദീനയിലും ചില ഭാഗങ്ങളിൽ മഴ ലഭിച്ചു. ത്വായിഫിലും അസീർ അൽബാഹ മേഖലയിലും മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിങ്കളാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. സൗദിയിലെ പടിഞ്ഞാറൻ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. മക്കയിലെ ത്വായിഫ് ഉൾപ്പെടെയുള്ള മലയോര പ്രദേശങ്ങളിൽ ഇന്ന് ശക്തമായ മഴ ലഭിച്ചു. കഴിഞ്ഞ ദിവസം മഴയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ സൗദിയിലുടനീളം നടന്നിരുന്നു. മദീന, യാംബു, ബദർ തുടങ്ങിയ പ്രദേശങ്ങളിലും ഇന്ന് മഴയെത്തി. സൗദിയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ ചൂടിന് ശമനമായി തണുപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നല്ല മഴ പെയ്തു. ബലദിലും ഷറഫിലൊക്കെ നല്ല മഴ പെയ്ത്. ഇപ്പം ക്ലൈമറ്റ് ആകെ മാറി. ഇപ്പം നല്ല തണുത്ത കാറ്റുണ്ട്. ചൂടൊക്കെ മാറി. 2 ദിവസം മുമ്പൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ചൂടായിരുന്നു. ഇപ്പോൾ നല്ല തണുപ്പായി വരുന്നുണ്ട്. ക്ലൈമറ്റ് മാറുകയാണെന്ന് തോന്നുന്നു ജിദ്ദയിൽ. ഇനിയും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാം ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട്. മക്കയിലെ വിവിധ പ്രദേശങ്ങളായ അൽക്കാമിൽ, മദ്റക്ക്, ജമോം, മൈസാൻ പോലുള്ള സ്ഥലങ്ങളിലും ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ദമാം, കോബാർ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രവിശ്യകളിലും നേരിയ തോതിൽ മഴയെത്തി. അൽബാഹ, അൽജൌഫ് എന്നിവിടങ്ങളിലും മഴ മുന്നറിയിപ്പുണ്ടായി. കടുത്ത മഴയുടെ സാഹചര്യത്തിൽ യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി. ചൂടിന് ശമനമാവുകയാണ് സൗദിയിൽ. ഇനിയുള്ള 6 മാസക്കാലം ചൂടില്ലാത്ത കാലാവസ്ഥയാകും സൗദിയിൽ. ജിദ്ദയിൽ നിന്നും സാബിത് സലീം, മീഡിയ 1.